Stories of marketing in touch with positive people. റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു പ്രത്യേക പ്രോഡക്റ്റ് കമ്പനിയുടെ സ്റ്റാഫുകളുമായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുമായി ടൈപ്പ് ചെയ്ത് പ്രത്യേകമായി ഇൻസെൻറ്റീവോ കമ്മീഷനോ ഈ റീറ്റെയിൽ ഷോപ്പിന്റെ സ്റ്റാഫുകൾ കൈപ്പറ്റി ആ പ്രോഡക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് സെയില് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത, ആ ബ്രാൻഡ് ഫോക്കസ് ചെയ്ത് സെയിൽ വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ആ പ്രവണത, അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ശരിയാണോ? അവർക്ക് കൃത്യമായ ഒരു ശമ്പളം, സാലറി ഷോപ്പിന്റെ ഓണർ കൊടുക്കുന്നുണ്ടാവാം. ഇത് കൂടാതെ ഡിസ്ട്രിബ്യൂട്ടറോ ഈ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളുമായിട്ട് ഒരു ടൈപ്പായിട്ട് അത് ചിലപ്പോൾ ഓണർ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ ആകാം. അറിയാതെയും വളരെയധികം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രത്യേക ബ്രാൻഡ് ഫോക്കസ് ചെയ്യപ്പെടും. ശരിയാണല്ലോ? ആ പ്രത്യേക ബ്രാൻഡ് ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് റീറ്റെയിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ വരുന്ന കസ്റ്റമർ, എൻ യൂസറെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ആ എൻ യൂസർ ഷോപ്പിലേക്ക് വരുമ്പോൾ അവരെ കൊണ്ട് ഈ ഫോക്കസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ്, ഇൻസെൻറ്റീവ് കിട്ടുന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലവർ സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ പ്രത്യേകമായ ഒരു ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ ഒരു ക്യാഷ് വൗച്ചറൊക്കെ കിട്ടും. ഈ റീറ്റെയിൽ ഷോപ്പിലെ സ്റ്റാഫുകൾക്ക് കമ്പനി അതോറിറ്റി കൊടുക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കും. അങ്ങനെ ആ ഒരു നയം ഒരു പരിധിവരെ നല്ലത് എന്ന് 50% പറയാൻ പറ്റും. കാരണം അത് ആ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യപ്പെടുകയും കൂടുതൽ വിറ്റഴിക്കാൻ ഈ റീറ്റെയിൽ സ്റ്റാഫുകൾ 4-5 പേരുണ്ടെങ്കിൽ അവർ ശ്രമിച്ചാൽ അത് സാധിക്കും. അത് ഉറപ്പായിട്ടും സാധിക്കുന്ന കാര്യമാണ്. കാരണം ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ആ എൻ കൺസ്യൂമർ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടേഴ്സ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുക. കാരണം ഇത് കൊണ്ടുപോകുള്ളൂ, ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് വരുന്ന കസ്റ്റമറേക്കാൾ കൂടുതൽ ഈ സെയിൽസ്മാനാണ് അറിയാവുന്നത് എന്നുള്ള വിശ്വാസം ആരിലുണ്ട്? ആ കസ്റ്റമറിൽ ഉള്ളതുകൊണ്ട് ആ പ്രോഡക്റ്റ് തന്നെ അവർ പർച്ചേസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വേറെ എന്തെങ്കിലും സ്കീമുകൾ ഉണ്ടെങ്കിൽ, കമ്പനി അലൗ ചെയ്യുന്ന വേറെ സ്കീമുകളുണ്ട്. സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 250 രൂപയ്ക്ക് 200 രൂപ പേ ചെയ്താൽ മതി. അങ്ങനെയുള്ള സ്കീമുകളൊക്കെ, സ്പെഷ്യൽ സ്കീമുകളൊക്കെ കമ്പനി അതോറിറ്റി ഇവർക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കസ്റ്റമറിന് ആ സ്കീമുകൾ കൊടുക്കാം. ഇപ്പോൾ 250 ഉള്ളതിന് 200 കൊടുത്താൽ മതി. അതിലും അട്രാക്റ്റ് ആവും, കസ്റ്റമർ അട്രാക്റ്റ് ആവും കസ്റ്റമറെ കൊണ്ട്. അപ്പോൾ കസ്റ്റമറെ കൊണ്ട് കൂടുതൽ കസ്റ്റമറെ കൂട്ടുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഓഫർ സ്കീമുകൾ ഒക്കെ വേണം എന്ന് കമ്പനി അതോറിറ്റിയുടെ അടുത്ത് പ്രഷർ കൊടുത്ത് അങ്ങനെ പ്രോഡക്റ്റ്, അങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഇവിടെ വാങ്ങിക്കുമ്പോൾ ചില കണ്ടീഷനിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. സാഹചര്യം മാത്രമാണ്. ചിലപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. അത്രമാത്രം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി അവിടെ എത്തിച്ചു കൊടുക്കണം. നല്ല സെയില് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല കാര്യം തന്നെയാണ്. കാരണം കൂടുതൽ ഇൻസെൻറ്റീവും കമ്മീഷനും ആ പ്രോഡക്റ്റ് വിൽക്കുന്നതോടുകൂടി ഈ സെയിൽസ് പേഴ്സന്റെ, റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ് പേഴ്സന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ട് ആ പ്രോഡക്റ്റ് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല സെയിൽ കമ്പനിക്ക് കിട്ടും. പ്രോബ്ലം ഒന്നും ആർക്കില്ല? ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. ആ റീറ്റെയിൽ ഷോപ്പിൽ പ്രോഡക്റ്റ് വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനിക്കും കുഴപ്പമൊന്നുമില്ല. സ്റ്റാഫുകൾക്ക് പ്രോബ്ലം ഇല്ലാത്ത അവർക്ക് കമ്മീഷനും ഇൻസെൻറ്റീവും സാലറി കൂടാതെ മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനി അതോറിറ്റിക്കും ഡിസ്ട്രിബ്യൂട്ടറും കുഴപ്പമില്ലാത്ത അവർ ഫോക്കസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ് കൂടുതലായിട്ട് ആ റീറ്റെയിൽ ഷോപ്പിൽ വിൽക്കപ്പെടുന്നുണ്ട്. ഓക്കെയാണ്. പക്ഷെ കസ്റ്റമറുടെ കാര്യം എന്താണ്? ആ ഷോപ്പിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് അതുകൂടി ഒന്ന് വിലയിരുത്താം. എങ്ങനെ കാര്യങ്ങൾ പോകുന്നുവെന്ന് നമുക്കൊന്ന് സ്റ്റഡി നടത്താം. ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു ഫോക്കസ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു 80% ചിലപ്പോൾ പോകാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. കാരണം അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പലപ്പോഴും ആ ഷോപ്പിനകത്ത് ഉണ്ടാകാം.
അപ്പോൾ ആ പ്രോഡക്റ്റ്, അപ്പോൾ ആ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, അവിടെ അൺസോൾഡ് സ്റ്റോക്ക് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡിനെ ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം എന്താണ്? നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വിൽക്കാനുള്ള ഒരു അവസരം ആ റീറ്റെയിൽ ഷോപ്പിൽ നഷ്ടപ്പെടുന്നു എന്ന റിയാലിറ്റി മനസ്സിലാക്കേണ്ടി വരും. കാരണം അവിടെ ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും? ബ്രാൻഡഡ് ആയ ഒന്നോ രണ്ടോ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ എൻ കൺസ്യൂമർ എല്ലാവർക്കും എൻ കൺസ്യൂമർ ചിലരെങ്കിലും ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് നോളജ് ഉള്ളവരായിരിക്കും, അറിവുള്ളവരായിരിക്കും. ഈ റീറ്റെയിൽ ഷോപ്പിൽ വരുന്ന സ്റ്റാഫുകൾ ആ പ്രോഡക്റ്റ് എടുക്കുമ്പോഴുള്ള പ്രശ്നത്തെക്കുറിച്ച്, ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡിനെ കുറിച്ച് മോശം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ചില റീറ്റെയിലേഴ്സ്, ചില കസ്റ്റമറിന് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രസ്റ്റാണ്, അല്ലെ? ഒരു വിശ്വാസമാണ്. അത് വർഷങ്ങളോളം, കാലങ്ങളോളമായി ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു വിശ്വാസമായി കുടികൊണ്ടിരിക്കുന്നതാണ്. എ ഡീപ്പ് റൂട്ടഡ് ഹാബിറ്റാണ് അത്. വളരെയധികം അടിയുറച്ച ഒരു വ്യക്തിയുടെ സ്വഭാവം പോലെ ആ ബ്രാൻഡ് മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു വിശ്വാസം വന്നവരാണ്. അവരുടെ അടുത്ത് ആ ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ബ്രാൻഡ് ഉണ്ട്, അത് കംപ്ലൈന്റ് ആണ്, അതില്ലെങ്കിൽ അതിവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ആ കസ്റ്റമർ ചിലപ്പോൾ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓൾറെഡി അവിടെ വിൽക്കുന്നുണ്ടാകാം, അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഷോപ്പിന്റെ ഓണർ ഈ സമയം അവിടെ ഉണ്ടാവണമെന്നില്ല. അയാൾ പുറത്ത് വേറെ പല ബിസിനസ്സുമായിട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം. പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും എല്ലാം ഈ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടായിരിക്കാം അയാൾ വേറെ ബിസിനസ് ഫോക്കസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ തൻ്റെ ഷോപ്പിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ആ ബ്രാൻഡ് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ, ഇത് കമ്പനി അതോറിറ്റിയുടെ അടുത്തെത്തുമ്പോൾ ഇത് പ്രശ്നമാകും. ഞങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് അവർ മോശം അഭിപ്രായമാണ് അവിടുത്തെ സെയിൽസ് പേഴ്സൺ പറയുന്നത് എങ്കിൽ പിന്നെ ആ ബ്രാൻഡ് ആ ഷോപ്പിൽ വിൽക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഡീലർഷിപ്പ് വരെ അത് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ശരിയാണല്ലോ? കാരണം അവർ ഫോക്കസ് ചെയ്യുന്നില്ല. എല്ലാ പ്രോഡക്റ്റുകളെയും ഈക്വൽ ആയിട്ട് കാണാനുള്ള ഒരു മനോഭാവം ആ സെയിൽസ് പേഴ്സൺ ഇല്ല. എന്തുകൊണ്ടില്ല? അയാൾക്ക് വേറെ ഒരു ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്, ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രോഡക്റ്റ് വിറ്റാൽ ഈ മാസം ഒരു 5000 രൂപ തരാമെന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ 5000 രൂപയ്ക്ക് വേണ്ടി ചിലപ്പോൾ നല്ലൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ്, കസ്റ്റമർ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കാതെ അത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയും പകരം വേറെ പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അത് നല്ലൊരു കീഴ്വഴക്കമായിട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല ഒരിക്കലും. അങ്ങനെ ഫോക്കസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഈ സെയിൽസ് പേഴ്സൺ അറിഞ്ഞിരിക്കേണ്ട ഒരു ധാർമ്മികതയുണ്ട്. താൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ കസ്റ്റമറിന് കൊടുക്കുന്നത്, അതോ 4 ദിവസം കഴിഞ്ഞ് അത് കംപ്ലൈന്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണോ? ആ ധാർമ്മികത ഏറ്റെടുക്കണം. കാരണം നമ്മുടെ മണി എന്ന് പറയുന്നത്, പൈസ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ആണ് എല്ലാവരും പൈസ ഉണ്ടാക്കിയാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് കയറി വരുന്നത്. അങ്ങനെയുള്ള വഞ്ചനകൾ, ആ പ്രോഡക്റ്റ് മോശമുള്ള പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞോ, അങ്ങനെ ആ രീതിയിൽ പൈസ എന്നുള്ള ഒരു ഫോക്കസ് മാത്രം കണ്ടുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന ഒരു സമീപനം എടുക്കരുത്. കാരണം അതൊരു ധാർമ്മികതയല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നം പൊതുസമൂഹത്തിൽ എത്തുകയും പ്രോബ്ലം ഉള്ള പ്രോഡക്റ്റ് തന്നു, അതിന് റീപ്ലേസ്മെന്റ് ഇല്ല, ഗ്യാരണ്ടി ഇല്ലാത്ത പ്രോഡക്റ്റ് തന്നു, ഞാൻ ഇതല്ല പ്രോഡക്റ്റ് ചോദിച്ചേ എന്ന് ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ ചെവിയിലെത്താനും ആ ഷോപ്പിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ ആ നാട്ടിൽ മങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, കമ്പനീസ് ഒക്കെ പ്രോഡക്റ്റ് അവിടെ നിന്ന്, ബ്രാൻഡഡ് പ്രോഡക്റ്റുകളൊക്കെ അവിടെ നിന്ന് പിൻവലിക്കാനും ഉള്ള സാധ്യതയുണ്ട്. ഇതിന് എങ്ങനെ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും? അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യാം. വിൽക്കുന്ന ബ്രാൻഡ് ഏതായാലും എല്ലാ ബ്രാൻഡുകൾക്കും ഈക്വൽ പ്രാധാന്യം തന്നെ കൊടുക്കണം. ഒരു ബ്രാൻഡ് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ
അല്ലെങ്കിൽ വേറെ 2 ബ്രാൻഡ് ചോദിക്കുമ്പോൾ ആ കസ്റ്റമറിന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കസ്റ്റമർ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആ കസ്റ്റമർ ചിലപ്പോൾ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിന് റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർ എടുക്കേണ്ട നയം എന്താണ്? എല്ലാ ബ്രാൻഡുകൾക്കും ഓരോ പ്രാധാന്യം കൊടുക്കുക. മോട്ടിവേഷൻ കാര്യങ്ങൾ സ്റ്റാഫുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായി കമ്പനി അതോറിറ്റിയും ഡിസ്ട്രിബ്യൂട്ടറെ അറിയിച്ചിട്ട് അവർക്ക് വേണ്ട മോട്ടിവേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ ആ എല്ലാ ബ്രാൻഡുകളോടും ആവശ്യപ്പെടാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരത് ചെയ്തു കൊടുക്കും, ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കും. ഈ പ്രോഡക്റ്റ് അവിടെ എടുത്തു വെക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അത് ചെയ്തു കൊടുക്കാതിരിക്കില്ല. പിന്നെ ഈ റീറ്റെയിൽ ഷോപ്പ് നല്ലപോലെ ബിസിനസ് നടത്തുന്ന റീറ്റെയിൽ ഷോപ്പുകാരനാണെങ്കിൽ എല്ലാ പ്രോഡക്റ്റ് വിൽക്കുമ്പോഴും ഒരു സ്പെഷ്യൽ ഇൻസെന്റീവും കമ്മീഷനൊക്കെ വെച്ച് എല്ലാ പ്രോഡക്റ്റിനും ഈക്വൽ പ്രാധാന്യം കൊടുത്ത് സാലറിക്ക് പുറമെ ഒരു സ്മോൾ ഇൻസെന്റീവ്, ചെറിയ ഇൻസെന്റീവിന് വെച്ച് ഒന്ന് പ്രൊമോട്ട് എല്ലാ സ്റ്റാഫുകൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ, റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ആ പ്രൊമോഷൻ എങ്ങനെ കൊടുക്കണം? പ്രോഡക്റ്റ് വിൽക്കുന്ന കാര്യത്തിൽ അധികം നെഗോഷ്യബിൾ ആവാതെ മാന്യമായ ലാഭം റീറ്റെയിൽ ഷോപ്പുകാരന് കിട്ടുന്ന രീതിയിൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു ക്ലോസിംഗ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്റ്റാഫുകൾക്ക് കഴിഞ്ഞിരിക്കണം. അതിന് അവരെന്തൊക്കെ ചെയ്യണം? ഒരു പർച്ചേസ് ആയിട്ട് കയറി വരുന്ന ഒരു കസ്റ്റമറെ അടുത്ത് അപ്സെല്ലിംഗ് ചെയ്യാൻ ഈ റീറ്റെയിൽ സ്റ്റാഫുകൾക്ക് സാധിച്ചിരിക്കണം. അതുപോലെ ക്രോസ് സെല്ലിംഗ് ചെയ്യാനും ഈ റീറ്റെയിൽ സ്റ്റാഫുകൾക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ ബിസിനസ് കുറച്ചുകൂടി കൂടുതൽ അട്രാക്റ്റ് ആവുമ്പോൾ, കൂടുതൽ ഇൻസെൻറ്റീവ് ഒക്കെ ഈ റീറ്റെയിൽ സ്റ്റാഫുകൾക്ക് കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യും. എല്ലാ ബ്രാൻഡുകളും ഒരുപോലെ പ്രാധാന്യത്തോടെ അവർ ചെയ്യും. ഒരു പ്രത്യേകമായി ഒരു ബ്രാൻഡ് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്ന രീതിയിൽ അങ്ങനെയുള്ള പ്രത്യേകമായി ഒരു ബ്രാൻഡ് മാത്രം 1, 2, 3 ബ്രാൻഡുകൾ കൈകാര്യം ചെയ്യാതെ ഒരു ബ്രാൻഡ് മാത്രം കൈകാര്യം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പ്രോബ്ലംസ് വരാം, കംപ്ലൈന്റ് വരാം. അതിനകത്ത് ആഫ്റ്റർ സർവീസിന്റെ ഓരോ കാര്യങ്ങളുണ്ട്. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, എത്ര വർഷം കംപ്ലൈന്റുകളെ എങ്ങനെ, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, അതുപോലെ കംപ്ലൈന്റ്, ഈ കാര്യങ്ങൾ എത്ര വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ഇതിലൊക്കെ വളരെ അധികം ട്രാൻസ്പെറൻസി, ഇതിലൊക്കെ വളരെ സുതാര്യമായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം കമ്പനികൾ. എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ ഫോക്കസ് ചെയ്ത് വിൽക്കുകയാണ് എപ്പോഴും റീറ്റെയിലേഴ്സിന് കുറച്ചുകൂടി അഭികാമ്യം എന്ന് തോന്നുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ, വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, അങ്ങനെ ഫോക്കസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, കസ്റ്റമർ, ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡോടു കൂടിയാണോ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് ആ ഒരു ഫുൾഫിൽനെസ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന ഫുൾഫിൽനെസ്, നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ പോലെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കുന്നത് എന്ന് കൂടിയുള്ള കാര്യം ഓർമ്മയിൽ വച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.